ദയവ് ചെയ്ത് നമ്മൾ ഇതിനെ ഒരു രാഷ്ട്രീയമായ രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ആ മനുഷ്യൻ്റെ ചിതയടങ്ങുന്നിട്ട് പോലുമില്ല. വേണ്ട എന്ന് വിചാരിച്ചതാണ് ചർച്ച. പക്ഷേ ഇങ്ങനെയെങ്കിലും പറയാൻ ഒരാളില്ലാതിരുന്നാൽ ആ ചർച്ച ഏത് രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. വളരെ വളരെ വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ശ്രീ ഷാബു പ്രസാദ്, വളരെ വേദനാജനകമായ ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതേ ഫോറത്തിൽ, ഇതേ ചർച്ചയിൽ എൻ്റെ കൂടെ ഈ കസേരയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ശ്രീ തിരുമല അനിൽ. അദ്ദേഹത്തിൻ്റെ മരണം എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്ന അന്വേഷണത്തിന് പ്രസക്തി ഉണ്ടല്ലോ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ BJP ആരോപിക്കുന്നത് പോലെ പോലീസ് എന്തെങ്കിലും പറഞ്ഞെന്നോ CPM എന്തെങ്കിലും പറഞ്ഞെന്നോ ഒന്നും അല്ല, മറിച്ച് നമ്മുടെ ആൾക്കാരെ സഹായിച്ചതിൻ്റെ കിട്ടിയ വിനയാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ പറയുന്നത്. കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇക്കാര്യത്തിൽ BJP ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? അഭിലാഷേ, ആ മരണമുണ്ടാക്കിയ അപ്രതീക്ഷിതമായ വേദനാജനകമായ ഒരു മരണമുണ്ടാക്കിയ ഒരു നടുക്കത്തിൽ നിന്ന് എന്നെപ്പോലുള്ളവരിപ്പോഴും ആ ഷോക്കിൽ നിന്ന് മോചിതരായിട്ടില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ തരത്തിലുള്ള ഇതുപോലെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരാമർശങ്ങൾക്ക് മറുപടി പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. വലിയ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം BJP ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെയും ഒരു കാരണം അതൊക്കെ തന്നെയാണ്. ഇതുപോലുള്ള ഞാൻ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ അദ്ദേഹം വളരെ അങ്ങേയറ്റം കമ്മിറ്റഡായിട്ടുള്ള, വളരെ സമർപ്പിതനായിട്ടുള്ള, ആത്മാർത്ഥതയുള്ള നല്ല ഒരു ജനപ്രതിനിധിയും നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. എന്ത് ചെയ്യാനാണ്, സംഭവിച്ചു പോയി. അതായത് ഈ മനുഷ്യർ ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിനെ അതിജീവിക്കാൻ അവരെത്രമാത്രം ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിനെ ഒന്ന് ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മനുഷ്യരൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഉണ്ടാവുക. ആ ഒരു മാനസികാവസ്ഥയെ നമ്മുടെ ഒരു സാധാരണ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് വിലയിരുത്തുന്നതേ ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അത് കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയാണ് അതൊക്കെ. നമുക്ക് എന്തും പറയാം, പുറത്തു നിന്ന് നമുക്ക് എന്ത് അഭിപ്രായവും പറയാം. BJPക്ക് ഒളിച്ചോടാൻ പറ്റുമോ, BJP അങ്ങനെയാണോ, BJP ഇങ്ങനെയാണോ. അദ്ദേഹം ആ അവസ്ഥയിലെത്തി. അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അത്. പ്രശ്നങ്ങളില്ലാത്ത, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തില്ല. പക്ഷേ ചില നിമിഷങ്ങളിൽ ഈ മനുഷ്യന് അഭിമാനവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് വല്ലാണ്ട് കീഴടക്കി കളയും. അതിനെ അതിജീവിക്കാൻ ഇനി എത്ര അനുഭവ സമ്പത്തുള്ള എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങ് പൊട്ടിത്തെറിക്കുന്ന രീതിയിലോ അത് അതിജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ളതൊന്നും ആയിരുന്നില്ല. സംഘടന എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്. ലോൺ അടയ്ക്കാനുള്ളവരോട് ലോൺ അടയ്ക്കാനും, അതേപോലെ ഡെപ്പോസിറ്റേഴ്സിനോടൊക്കെ ഇത്തിരി സമയം ചോദിച്ചും ഒക്കെ ആ ഒരു അവസ്ഥയെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ കോപ്പറേറ്റീവ് സെഗ്മെൻറ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം പിന്നെ അവിടുത്തെ അറിയപ്പെടുന്ന വളരെ വലിയൊരു രാഷ്ട്രീയ നേതാവുമാണ്. അവിടെ രാഷ്ട്രീയ കാരണങ്ങൾ, രാഷ്ട്രീയ ശത്രുക്കൾ ഇതിനെ ഉപയോഗിക്കും. നാളെ അങ്ങനെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും വലിയ ആ രീതിയിലുള്ളൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അലട്ടിയിട്ടുണ്ടാകും. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ വിലയിരുത്താനേ പറ്റുള്ളൂ. BJP ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇതിന് എന്ത് പറയാനാണ്? അല്ല, അവിടെയുള്ള ഒരു പ്രശ്നം താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തലസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അങ്ങനെ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നാൽ ആത്മഹത്യ ചെയ്യില്ലല്ലോ. പക്ഷേ കൂടെ നിന്ന ആളുകൾ എന്നെ വഞ്ചിച്ചു എന്നൊരു തോന്നൽ വന്നാൽ ഒരു പക്ഷേ മനുഷ്യനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയും സംഭവിക്കാമല്ലോ. അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് തെളിവായി നമ്മുടെ മുമ്പിൽ ഇരിക്കെ അങ്ങനെ അല്ലാതെ മറ്റൊരു നിഗമനത്തിലേക്ക് എങ്ങനെ എത്താൻ കഴിയും? അതാണ് ഞാൻ അഭിലാഷ പറഞ്ഞത്. നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് എന്ത് നിഗമനങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും?
അദ്ദേഹം അങ്ങനെ ഒരു കത്തെഴുതി വെക്കുന്ന, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആ ഒരു അവസ്ഥയെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സാധാരണ ചിന്തകൾക്കപ്പുറമാണത്. ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ അതിന് തൊട്ട് മുമ്പുള്ള മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ആ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്ന അവസ്ഥ എന്ന് പറയുന്നത്. എൻ്റെ എളിയ അഭ്യർത്ഥനയാണ്, ദയവ് ചെയ്ത് നമ്മൾ ഇതിനെ ഒരു രാഷ്ട്രീയമായ രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ആ മനുഷ്യൻ്റെ ചിതയടങ്ങുന്നിട്ട് പോലുമില്ല. അതിനു മുമ്പ് നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക്, ഞാൻ ഇതിന് കഴിയുന്നതോ വേണ്ട എന്ന് വിചാരിച്ചതാണ് ചർച്ച. പക്ഷേ ഇങ്ങനെയെങ്കിലും പറയാൻ ഒരാളില്ലാതിരുന്നാൽ ആ ചർച്ച ഏത് രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. വളരെ വളരെ വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. താങ്കളുടെ മാനസിക പ്രയാസം മനസ്സിലാക്കും. താങ്കൾക്ക് പരിചിതനായ വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരാളുടെ മരണം സ്വാഭാവികമായും ഉണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ള ഒരാളാണ്. ആ ബുദ്ധിമുട്ട് സ്വാഭാവികമായും എനിക്കുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നീതി കിട്ടുക എന്നുള്ളത് ഈ മണിക്കൂറിലും അല്ലെങ്കിൽ ഈ നിമിഷത്തിലും ഈ ദിവസവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നവീൻ ബാബുവിൻ്റെ ഇതേപോലെയുള്ളൊരു ആത്മഹത്യയെക്കുറിച്ച് എത്രയോ ദിവസം ചർച്ച ചെയ്തു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നു എന്നുള്ളത് സ്വാഭാവികമായും ഇനി ഇതുപോലൊരു മരണം ഉണ്ടാവാതിരിക്കാൻ അത് ജനങ്ങൾ അറിയേണ്ടതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ